ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളിതാ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗ്ലാസ് ഇത് അവിടെ ഇങ്ങനെ ഒട്ടിപ്പോകാറുണ്ടല്ലേ. പിന്നെ അതിങ്ങോട്ട് വലിച്ചാൽ കിട്ടാത്ത ലെവലിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്കിതാ പിടിച്ച് വലിച്ച് എടുക്കാതെ നമുക്കിതാ നമ്മുടെ ഈ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ, ഇതിപ്പം ഞാൻ ടേബിളിൽ വെച്ച് കാണിച്ചു തരുന്നത്. പക്ഷേ ടേബിളിൽ വെച്ചല്ല ചെയ്യേണ്ടത്, നമ്മുടെ കിച്ചൻ്റെ ടൈലിൽ പ്രത്യേകിച്ച് ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് ഇത് ചെയ്യാൻ ഏറ്റവും നല്ല എഫക്റ്റ്. അവിടെ വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ നന്നായി ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഗ്ലാസ് നല്ലോണം അതുപോലെ അങ്ങനെ വിട്ട് വരും. ഒന്നാമത്തെ ടിപ്പ് അതാണ് കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഗ്ലാസ് ഇത് സ്ഥിതിയിലാണല്ലോ നമ്മൾ ഒട്ടിപ്പൊടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചുറ്റുവട്ടത്തായി ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തെങ്കിലും എണ്ണ, ഓയിലോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഈ ഓയിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ ഒരു കുറച്ച് സമയം കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും നമുക്ക് സമയം കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ഗ്ലാസ് നല്ലോണം വിട്ടുവരും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് നോക്കുക. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രം ഇതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസ്സിൽ പെയിൻ്റ് ഒക്കെ പോകാനുള്ള ഒരു ടിപ്പ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ പെയിൻ്റ് ഇല്ല, അതായത് പരസ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ നമുക്ക് വിനാഗിരി അതായത് 3 സ്പൂൺ വിനാഗിരിയിൽ 1 സ്പൂൺ വെള്ളം കലർത്തിയ വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒന്നിങ്ങനെ മുക്കി വെച്ച് കൊടുത്താൽ മതി. അതായത് ആ പരസ്യത്തിൻ്റെ ഭാഗം മുങ്ങുന്ന വിധത്തിലൊന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ആ പരസ്യം പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ എന്തായാലും നല്ല വെണ്ടക്ക അക്ഷരത്തിൽ അതിൻ്റെ മുകളിൽ പരസ്യം ഉണ്ടാക്കും. അപ്പോൾ ആ പരസ്യം നമുക്ക് പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഗ്ലാസ് ആയാലും ബൗളായാലും കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു മടിയാണ്. അപ്പോൾ അത് പോക്കാൻ നമുക്ക് എളുപ്പം നമ്മുടെ വിനാഗിരി എണ്ണയാണ് കേട്ടോ. ഏത് വിനാഗിരി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഗ്ലാസ് സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാത്ത ഗ്ലാസ് സൂക്ഷിക്കാനും നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഒരു പേപ്പറിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ടിഷ്യൂയോ ഏതെങ്കിലും ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ ഉള്ളിലും ഒരു കഷ്ണം കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തും നമുക്ക് ഗ്ലാസ് സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്ലാസ്സിന് ഒരു കേടുപാടും പറ്റില്ല കേട്ടോ. അപ്പോൾ ഗ്ലാസ് എപ്പോഴും നല്ല ഇതായിരിക്കും. അതായത് നമുക്ക് ഗ്ലാസ് പൊടിയൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഷോക്കേസിലൊക്കെ വെക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാതിരിക്കുക. അതായത് നമുക്ക് ഒന്നുകിലും ഒരു കവറിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കടലാസിലോ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്ലാസ്സിന് ഒരു കറയോ ഒന്നും കുത്താതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ.